ഹലോ ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് നെജു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറ് യൂസ് ആക്കിയിട്ടുണ്ടാക്കിയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ ചോറ് ബാക്കി ഉണ്ടാവുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പൂരിയുടെ റെസിപ്പി തന്നെയാണ് ഇത്. നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ചോറാണ്. ഒരു 1.5 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. 250 മെഷർമെൻറ്റ് കപ്പിൽ 1.5 കപ്പ് ചോറാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് റവയുമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് മൈദപ്പൊടി യൂസ് ആക്കിയാലും മതിയാവും. കുറച്ചും കൂടി ഹെൽത്തി ഗോതമ്പ് പൊടിയാണ്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ അധികം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ചോറ് എടുക്കുന്ന സമയത്ത് നമുക്ക് പൊടിയുടെ ക്വാണ്ടിറ്റി കുറക്കാം. അതിന് വേണ്ടിയിട്ടാണ് ചോറ് യൂസ് ആക്കുന്നത്. പിന്നെ നല്ല ക്രിസ്പിയും ഉണ്ടായിരുന്നു പൂരിക്ക്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 2 ബാച്ചായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അഡീഷനായിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ചോറിൽ തന്നെ വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവും. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഹൈ പ്രഷറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അധികം പ്രഷറൊന്നും എടുത്തിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കുക. നിങ്ങൾക്ക് പൂരി എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് ബോൾസ് ആക്കി മാറ്റുക. പിന്നെ ഇതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് തോന്നുന്നെങ്കിൽ കുറച്ചും കൂടെ പൊടി യൂസ് ആക്കാവുന്നതാണ്. അപ്പോൾ അതാ ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള ബോൾസാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പ്രസ് ഇല്ലെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഒരു കവറും ഒരു അടപ്പും ഉണ്ടായാൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഓയിലിൻ്റെ കവറാണ് എടുത്തിട്ടുള്ളത്. ഓയിലിൻ്റെ കവറാകുമ്പോൾ പിന്നെ നമുക്ക് അതിനുള്ളിൽ സെപ്പറേറ്റ് ഓയിലൊന്നും ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള ഒരു മാവിൻ്റെ ബോൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഈ മൂടി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പൂരിയുടെ ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ കയ്യിൽ പ്രസ് ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഓരോന്ന് പൊരിച്ചെടുക്കുന്ന സമയം ഇതുപോലെ ആക്കിയിട്ട് നേരെ ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒരു 2 എണ്ണം ഇതുപോലെ ആക്കിയിട്ട് കാണിക്കുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്ക് തന്നെ പരത്തി കിട്ടുന്നുണ്ട്. അപ്പോൾ പ്രസ് ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. നിങ്ങൾക്ക് എത്രയാണോ തിക്നെസ് വേണ്ടത് അതിനനുസരിച്ച് ഈ മൂടി ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് അതിനുള്ള പ്രഷർ മാറ്റി കൊടുക്കുക. നന്നായിട്ട് പരത്തണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രസ് ചെയ്തിട്ടൊന്ന് ആക്കിയെടുത്താൽ മതി. അപ്പോഴേക്കും ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ കുറച്ച് ഓയിൽ നന്നായിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം പരത്തിയെടുത്തിട്ടുള്ള ഓരോ പൂരിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ സാധാരണ പൂരി പൊങ്ങി വരുന്ന പോലെ തന്നെ പൊങ്ങി വരും. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. ഒരു ഭാഗം നന്നായിട്ട് പൊന്തി വരുന്ന സമയത്ത് മറിച്ചിട്ടിട്ട് സാധാരണ പൂരി ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. പരത്താനും അതുപോലെ തന്നെ കുഴച്ചെടുക്കാനൊന്നും അധികം ടൈമിൻ്റെ ആവശ്യമില്ല. മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ തന്നെ എളുപ്പമാക്കി കിട്ടും. അപ്പോൾ ഞാൻ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ പൂരി പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിനെസ് വേണമെങ്കിൽ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് പൊരിച്ചെടുത്താൽ മതിയാവും. അധികം എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും. പിന്നെ ഇതുപോലെ തന്നെ ബാക്കിയായിട്ടുള്ള ചോറ് യൂസ് ആക്കിയിട്ട് ഒരുപാട് റെസിപ്പീസ് ഞാൻ മുൻപ് ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വേണമെന്നുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് നന്നായിട്ട് പൊന്തി വരുന്നുണ്ട് ഓരോ പൂരിയും. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാം. ഏത് കറിയുടെ കൂടെയും നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. സാധാരണ പൂരി കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാനായിട്ടും പറ്റും. അപ്പോൾ ബാക്കിയായിട്ടുള്ള ചോറൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കാനും മറക്കരുത്.
അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാലോ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം. നന്നായിട്ട് പൊന്തി വന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് അറ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.